ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു ചെറിയൊരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ് ഞങ്ങൾ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വാക്കിംഗ് ഏരിയ ആണ്. നല്ല രസമാണ് കേട്ടോ. അതുവഴി ഇങ്ങനെ വാക്ക് ചെയ്യുക, നല്ല കൂൾ ക്ലൈമറ്റും നല്ല കാറ്റും ഒക്കെയാണ്. ഇടയ്ക്കൊക്കെ ഈവനിങ് വാക്കിന് പോകുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇടയ്ക്കെന്നല്ല, ഡെയിലി വാക്കിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ നമുക്ക് അതിനുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനെ ടൈം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ ഇവിടെ ഇറങ്ങാറുണ്ട്. ഇതുവഴി ഇങ്ങനെ നടന്നു പോകാനും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ ഓടുന്നതൊക്കെ കണ്ട് പോകാനൊക്കെ നല്ല രസമാണ്. നല്ലൊരു കാം ആൻഡ് കൂൾ ക്ലൈമറ്റാണ് ഈവനിങ്ങിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ പാർക്കിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മൈൻഡൊക്കെ നന്നായിട്ട് റിലാക്സ് ആവും. പിന്നെ ഇതിൻ്റെ നമ്മൾ നേരെ കാണുന്നത് കലീദിയ മാളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പം നമ്മളിത് സിറ്റിയിൽ എത്തി. വാക്ക് ചെയ്തെത്താവുന്നത്ര നമ്മുടെ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കലീദിയ മാൾ കാണാൻ പറ്റുമേ. അപ്പോൾ അത് ഞങ്ങളെന്ന കലീദിയ മാളിലേക്ക് ഒന്ന് പോകാം. റംദാനൊക്കെ അല്ലേ, എന്തെങ്കിലുമൊക്കെ ഓഫർ കാണുമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് നടക്കാനേ. അപ്പം ഞങ്ങൾ ഇറങ്ങിയത് ഒരു 6:30 ആയിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇരുട്ടിയത്. കലീദിയ മാളിലെ ഷോപ്സിൻ്റെ ലിസ്റ്റാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇതാണ് കലീദിയ മാള്. റംദാൻ ആയതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ലൈറ്റ്സ് ആൻഡ് ഡെക്കറേഷൻസ് കൊടുത്തിട്ടുണ്ട്. നല്ല കാർ പാർക്കിംഗ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കാർ പാർക്കിംഗ് ഏരിയ ആണ്. റംദാനോടനുബന്ധിച്ചുള്ള ഡെക്കറേഷൻസ് ഒക്കെ അവരവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഓരോ ഫെസ്റ്റിവലിനനുസരിച്ചുള്ള ഡെക്കറേഷൻ അതാത് മാളുകളിൽ കൊടുക്കും. അപ്പോൾ നമുക്ക് അവിടെ ചെന്നാലും എവിടെ ചെന്നാലും നമുക്ക് ആ ഒരു വൈബ് കിട്ടും കേട്ടോ. ആ ഫെസ്റ്റീവ് മൂഡ് കിട്ടും. ഓരോ സീസണിനനുസരിച്ചിട്ടുള്ള ഫെസ്റ്റിവൽ ഡെക്കറേഷൻസ് ആയിരിക്കും ഇവരിവിടെ കൊടുക്കുക. ഇത് ഈ മാളെന്നല്ല, എല്ലാ മാൾസിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇൻസൈഡിലേക്ക് കയറുമ്പം തന്നെ ഇത് റംദാൻ കരീമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ആ നമ്മുടെ റംദാനോടനുബന്ധിച്ചിട്ടുള്ള ഡെക്കറേഷനാണ് അവർ ചെയ്തേക്കുന്നത്. നമുക്ക് ഇതിനുള്ളിൽ ഇന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. സ്ട്രോളർ ഇൻസൈഡിൽ അലൗഡ് അല്ലാതെ സെക്യൂരിറ്റി പറഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്ത് വെച്ചാണ്. പിന്നെ നല്ല ലൈറ്റും നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു ആംബിയൻസ് ഒക്കെ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇൻസൈഡിൽ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് ആ ഒരു അറബിക് സ്റ്റൈലിലൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. ഗെയിം കളിക്കാൻ വന്നാണ് കേട്ടോ. ഇവിടെ സൈഡിലായിട്ട് ഒരു ഗെയിം കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് സ്കാച്ചിങ് ഗെയിമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നെയിം, ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുട്ടികളെ അസിസ്റ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഡേറ്റ്സ് ഇങ്ങനെ വീഴുന്നത് ഇങ്ങനെ ക്യാച്ച് ചെയ്യുന്ന ഗെയിമാണ്. അത് നമുക്ക് അവിടെ ഇരുന്ന് പ്ലേ ചെയ്യാം. കുട്ടികളെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അവിടെ ചെയ്തേക്കുന്ന ഒരു ഗെയിമാണ്. നല്ല രസമാണ്. അതിവിടെ അങ്ങനെയാണ് കേട്ടോ. എവിടെ ചെന്നാലും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ പ്രോഗ്രാം അവർ ചെയ്തിട്ടുണ്ടാവും. കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും ഇവിടെ കൊടുക്കുന്ന പ്രയോറിറ്റി അത് വേറൊരു കൺട്രിയിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത്രയ്ക്ക് റെസ്പെക്റ്റും പ്രയോറിറ്റിയാണ് അവരവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നൽകുന്നത്. അപ്പോൾ നമ്മൾ കളിയൊക്കെ കഴിഞ്ഞ് ഇതേ ഇറങ്ങി നമ്മളിത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി കേട്ടോ. ഇവിടെ മുഴുവൻ റംദാൻ വൈബാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ആ ഒരു മിച്ചുവിനാണെങ്കിൽ മാളിൽ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം ഇങ്ങനെ ഓടി നടക്കാൻ ഇഷ്ടം പോലെ സ്പേസ് ആണ്. കണ്ടപ്പോഴേ മനസ്സിലായല്ലോ നമ്മുടെ ലക്ഷ്യം ലുലു ഫാഷൻ സ്റ്റോറിലേക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇത് ഒരു നസിയ എന്ന് പറഞ്ഞിട്ടൊരു ബിഗ് ബ്യൂട്ടി ഷോപ്പാണ്. അപ്പോൾ നിച്ച അകത്ത് കയറിയിട്ട് അവൾക്കുള്ള ഡ്രസ്സ് അവൾ തന്നെ സെലക്ട് ചെയ്യാം കേട്ടോ. ഇത് ബോയ്സിൻ്റെ സെക്ഷനാണ്. ഇഷ്ടമുള്ള ഡ്രസ്സ് അവളിങ്ങനെ കളർ കണ്ടെടുക്കുന്നതാണ്. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പം ബൈ 2 get 1 ആണ്. എല്ലാം നല്ല പുതിയ കളക്ഷൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ നിച്ചുവിന് വീട്ടിലിടാൻ കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബൈ 2 get 1 ആണല്ലോ. അപ്പോൾ 2 എണ്ണം എടുത്ത് നമ്മൾ ഒരെണ്ണം കൂടി സെലക്ട് ചെയ്യണം. അതുകൊണ്ട് ഇങ്ങനെ 2 എണ്ണത്തിൽ ഏതെടുക്കണമെന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ള ഒരുപാട് ഡ്രസ്സുണ്ട്. നമ്മളിങ്ങനെ കുട്ടികളുടെ ഏരിയ വന്നു കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്ന അറിയില്ല. അവരുടെ ഡ്രസ്സ് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഒരു രസമാണ്. വിൻഡോസ് അവിടെ ഡ്രസ്സ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് നിച്ചുവിന് ടോയ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ടോയ് സെക്ഷനിലേക്ക് വന്നതാണ് കേട്ടോ. അവൾ അവിടെ നിന്ന് ഇഷ്ടംപോലെ പെറുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഇലക്ട്രിക് ഫിഷിംഗ് ഗെയിം വാങ്ങിക്കാമെന്ന്. ഇതെന്തോ അവൾ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. പക്ഷെ ഞാൻ ടോയ് സെക്ഷനിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഞാൻ ഈ സാധനം കണ്ടത്. നല്ല ഒരു ക്യൂട്ട് ബേർഡ്സ് ആണ്. നമ്മളതിലിങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ അതിങ്ങനെ
ബേർഡ് സോങ് വരുവേ. പിന്നെ ഒരുപാട് നേരം ടോയ് സെക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ അതെല്ലാം വാരിക്കൊണ്ട് വരേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബില്ലെടുത്തിട്ട് നേരെ താഴത്തെ ഫ്ലോറിലേക്ക് വന്നു. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഒരു കടായി സെലക്ട് ചെയ്യുവാണേ. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച സൈസ് കിട്ടിയില്ല. പിന്നെ ഞാനൊരു ലിപ്സ്റ്റിക്ക് വാങ്ങി, മിച്ചുവിന് ഒരു ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്ത് അവൾ അപ്പം തന്നെ അവിടെ വെച്ച് തന്നെ ഓപ്പൺ ചെയ്യും. പക്ഷെ നമ്മൾ കവർ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബില്ലിംഗ് സെക്ഷനിൽ കാണിച്ചാൽ മതി. അങ്ങനെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ റംദാൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. ഇത് പാത്രങ്ങൾക്കൊക്കെ ബില്ലിംഗ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ആ സൈഡിൽ കുറേ പ്ലാന്റ്സ് ഇരിക്കുന്നത് കണ്ടത്. പക്ഷെ ഇവിടെ നമ്മുടെ പ്ലാന്റ്സ് ഇത്തിരി വില കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് സെറാമിക് ബൗളിൻ്റെയും കൂടെ ചേർന്നിട്ടായിരിക്കും 30 ഒക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ മാളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്ന അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഇറങ്ങി. കാരണം രാത്രി ഒരുപാടായി. മിറ്റുവിന് ഇനി ചെന്നിട്ട് വേണം ഫുഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ടൈമിലാണ് കൂടുതൽ തിരക്ക്. കാരണം റംദാൻ മന്ത് ആയതുകൊണ്ട് തന്നെ നൈറ്റ് ആയിരിക്കുമല്ലോ ആളുകൾ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുക. ഇവിടെ എല്ലാം അങ്ങനെയാണ്. നൈറ്റ് ടൈമിലായിരിക്കും ഏറ്റവും കൂടുതലായിരിക്കും. ഒരു 12 o'clock 1 o'clock ഒക്കെ വരെ എന്തായാലും ഉണ്ടാവും നല്ല തിരക്ക്. അപ്പം നമ്മൾ വന്നതിനേക്കാൾ കൂടുതൽ തിരക്കുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ മിച്ചുവിന് സ്റ്റോളറൊക്കെ ഇരുത്തി നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ നിറച്ച് ഈന്തപ്പനകളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഒരു ദിവസം ആ വീഡിയോ കാണിച്ചു തരാം ഡേ ടൈം വരുമ്പോൾ. അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന പാത്വേയുടെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമുക്കിവിടെ എത്ര നൈറ്റ് ആയാലും ഇങ്ങനെ കൂളായിട്ട് ഇറങ്ങി നടക്കാം കേട്ടോ. അത്രയ്ക്ക് നല്ല സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷനാണ് ഇവരിവിടെ കൊടുക്കുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ അവസാനം സിഗ്നലിൽ എത്തി. ഇനി സിഗ്നൽ കടന്ന് നമുക്ക് അപ്പുറത്തേക്ക് പോകണം. ഇപ്പം നൈറ്റ് ആയതുകൊണ്ട് തന്നെ തണുപ്പ് ഒന്നും കൂടി കേട്ടോ. നീച്ചാണെങ്കിൽ ഇത് തണുത്ത് ഉറച്ചിരിക്കുകയാണ്. ജാക്കറ്റ് എടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇടത്തില്ല ചിലപ്പോൾ, അതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. പിന്നെ നൈറ്റ് ഇത്ര ലേറ്റ് ആകുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ കല്ലിത്തിയ മാളിലേക്ക് പോകാനുള്ള പ്ലാൻ വളരെ പെട്ടെന്നായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ വീടെത്താറായിട്ടുണ്ട്. ഇനി ഒരു 5 minutes കൂടെ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ എന്നെ അറിയിക്കാം കേട്ടോ. ഇത് ഫ്ലവേഴ്സിനൊക്കെ വാട്ടർ കൊടുക്കാൻ വേണ്ടി അവർ നടുവിൽ കൂടി ഇങ്ങനെ പൈപ്പ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇത് അവർ വാട്ടറിങ് ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും ഹാപ്പി റംദാൻ.